ജാനുവരി ബുള്ളറ്റ് ജേണൽ സെറ്റപ്പ് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നോട്ട്ബുക്ക് എടുക്കുന്നുണ്ട്. ഡോട്ടഡ് പേജസ് ഉള്ള നോട്ട്ബുക്കാണ് കേട്ടോ എടുക്കുന്നത്. ഫസ്റ്റ് ആ നോട്ട്ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിലായിട്ടാണ് ഞാൻ 2025 എന്ന് എഴുതി കൊടുക്കുന്നത്. എന്ത് തീമിൽ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്തായാലും ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്ററി ഇഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലാവുമെന്ന് പേടിച്ചിട്ട് ഞാനിവിടെ കളർ കൊടുക്കാനായിട്ട് കളർ പെൻസിൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ 2025 എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് പേജിലായിട്ട് ഞാനൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇൻസ്പിറേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പേജിലായിട്ട് എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കാത്തത് കാരണം കൊണ്ട് ആ പേജ് അങ്ങ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിക്ചർ ഒന്ന് സെറ്റ് ആയതിനു ശേഷം അവിടെ നല്ല രീതിയിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഞാനൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ബോക്സിനകത്ത് വരില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഞാനിതിൽ എനിക്ക് ആവശ്യമുള്ള പേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമുള്ള പേജ് മാത്രം കൊടുക്കുക. ഇനി നെക്സ്റ്റ് പേജിൽ വന്നിട്ട് ഞാനൊരു ഫ്യൂച്ചർ ലോഗ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കലണ്ടേഴ്സ് എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞായിട്ട് ഡിസംബർ വരെയുള്ള കലണ്ടേഴ്സ് ഈ 2 പേജിൽ അകത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ പേജിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് കുറച്ച് സ്പേസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മന്തും ഓരോ ബോക്സിനകത്താക്കി ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളേഴ്സൊക്കെ കൊടുത്ത് ഞാനൊന്ന് അലങ്കോലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പേജിലായിട്ട് ഞാനൊരു സ്മോൾ ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ യൂട്യൂബ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഒരു സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ ടു റിമെമ്പർ എന്ന് പറയുന്നൊരു സ്പ്രെഡാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ അത് മറന്നു പോകും വാങ്ങാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മറന്നു പോയിട്ട് പിന്നെ സമയമാകുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടു ഡു സംതിങ് ന്യൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ഒരു സ്പ്രെഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ട്രാഷിലോട്ട് കൊടുക്കാമെന്ന് ചോദിച്ചൊരു ട്രാഷ് ബോക്സ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ജാനുവരി എന്ന് കൊടുത്തിട്ട് ഒരു ഇൻട്രോ പേജ് ചെയ്യുന്നുണ്ട്. എന്ത് തീമിൽ ചെയ്യുമെന്ന് ഇങ്ങനെ പിൻട്രസ്റ്റ് തപ്പിയപ്പോഴാണ് സ്ട്രോബെറി കണ്ണിലുടക്കിയത്. അപ്പോൾ വിചാരിച്ചു ഇത് മൊത്തം സ്ട്രോബെറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പേജ് മൊത്തത്തിൽ ഞാനങ്ങ് സ്ട്രോബെറി ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കോട്ട് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ആ സ്ട്രോബെറി മൊത്തം വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് തക്കാളി ആയിപ്പോയോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. പിന്നെ മടി കാരണം ഞാനത് മാറ്റാൻ നിന്നില്ല. പിന്നെ നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ ജനുവരി കലണ്ടർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ 2 ഹോൾ പേജിലായിട്ടൊരു വലിയ കലണ്ടറാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ അവിടെ സ്പേസ് വന്ന സ്ഥലത്ത് ടു ഡു ലിസ്റ്റ് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. മന്ത്ലി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് മാർക്ക് ചെയ്ത് വെക്കാനായിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തത്. പിന്നെ ആ പേജിൻ്റെ അടിയിലായിട്ട് കുറച്ചുകൂടെ സ്പേസ് കിടപ്പുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മൂഡില്ല, അതുകൊണ്ടിട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പേജിൽ വന്നിട്ട് ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഹാബിറ്റും കാര്യങ്ങളും ഒന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇനി ഈ 2025 ഒന്ന് നന്നാവണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. വേക്കപ്പ് ഏർലി, പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഡയറ്റ്, വർക്കൗട്ട്, പിന്നെ കുറച്ച് മീ ടൈം, ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു കുഞ്ഞ് സ്പേസ് ബാക്കി വന്നുകൊണ്ട് പീരീഡ് ട്രാക്കറും കൂടി ആ പേജിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ പ്രെയർ ആൻഡ് ഖുറാൻ ട്രാക്കറാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ ഞാൻ ഡെയിലി പ്രേയേഴ്സും ഖുറാൻ എത്ര ഓതിയെന്ന് അറിയാനായിട്ട് ഖുറാനും കൂടി കൊടുക്കുന്നുണ്ട്. 30 ഡേയ്സ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു പേജ് കൂടി ഞാൻ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നെക്സ്റ്റ് പേജിൽ ഞാൻ മൂഡ് ട്രാക്കറാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ പേജ് മൊത്തം ഞാൻ സ്ട്രോബെറി കൊണ്ട് നിറച്ചിട്ടുണ്ട്. 13 സ്ട്രോബെറീസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡിഫറെൻറ്റ് മൂഡ്സിൻ്റെ 4 സ്ക്വയേഴ്സ് കൂടി വരച്ചു കൊടുത്തിട്ട് അതിനകത്ത് കളേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ വാച്ചിങ് ആൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബോക്സ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ വായിക്കാനുണ്ടെങ്കിലോ അതിൽ കൊടുക്കാം. ഏതെങ്കിലും ബുക്സിൻ്റെ പേരോ കാര്യങ്ങളോ അതിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഞാൻ യൂട്യൂബ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 2 സ്മോൾ ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ഐഡിയാസും ബിസിനസ് ഐഡിയാസും കൊടുക്കാനാണ്. ഞാൻ നേരത്തെ വരച്ചൊരു ബോക്സ് അത് ഇയർലി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാനും പിന്നെ ആ ബോക്സ് തികഞ്ഞില്ലെങ്കിൽ ഈ ബോക്സ് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മന്ത്ലി ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോൾ എൻ്റെ ബുജോ സെറ്റപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലിപ്പ് ത്രൂ ആയാലോ.